ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഹേസൽ വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എന്ന് പറയുന്നത് പച്ചരി പായസത്തിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ. ഞാനപ്പോൾ അതിനായി ആവശ്യത്തിന് എടുത്തിരിക്കുന്നത് 2 ഗ്ലാസ് പച്ചരി, പിന്നീട് പായസത്തിന് ആവശ്യമായ തേങ്ങ തിരികെ എടുത്തിട്ടുണ്ട്, പിന്നെ ശർക്കര, കപ്പലണ്ടി, തേങ്ങാക്കൊത്ത്, വെള്ള ശർക്കരയാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വയണയില, നല്ല മണത്തിനും ടേസ്റ്റിനും. പിന്നീട് എടുത്തിരിക്കുന്നത് നമ്മുടെ മിൽമയുടെ നെയ്യും. പച്ചരി നന്നായി കഴുകി കുക്കറിലോട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അടുപ്പിലോട്ട് വെക്കാം. അതേസമയം തന്നെ നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അതിനായി അല്പം വെള്ളം അതിലോട്ട് ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പിലോട്ട് വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. നമ്മുടെ പച്ചരി അടുപ്പിലോട്ട് വെച്ച് 2 വിസിലൊന്ന് കേൾപ്പിക്കണം കേട്ടോ. അത് വിസിൽ കേൾക്കുമ്പോഴേക്കും നമ്മുടെ ശർക്കര ഒന്ന് ഉരുകി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് അങ്ങനെ ഉരുക്കി എടുത്തിട്ടുണ്ട് ശർക്കരയും. അതും അങ്ങോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു ജാറിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ലേശം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ച് തേങ്ങാപ്പാൽ ഒഴിക്കാനാണ് കേട്ടോ ഞാനിവിടെ. അങ്ങനെ നമുക്ക് ആ തേങ്ങാപ്പാലൊന്ന് സെറ്റാക്കി കൊടുക്കാം. അങ്ങനെ തേങ്ങ നല്ലതായിട്ട് പിഴിഞ്ഞെടുത്ത് 1-ാം പാലും 2-ാം പാലും പ്രത്യേകമാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ അരിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ. അപ്പോൾ നന്നായിട്ട് പായസത്തിന് ആവശ്യമായ അതിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ 2-ാം പാല് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. എന്നിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം അത് ഞാനൊരു വലിയ ചരുവത്തിലോട്ട് അങ്ങ് മാറ്റി. അതിനുശേഷം നമ്മുടെ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര അതിലോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കേട്ടോ. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ചുക്കുപൊടിയും നമ്മുടെ ഏലക്ക പൊടിച്ചതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടേ. ഇനി നമ്മൾ ഇതിലോട്ട് ഇടാൻ പോകുന്നത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വയണയിലയാണ് കേട്ടോ. വയണയിലയും കൂടെ ഇട്ട് കൊടുത്താൽ പിന്നെ പായസത്തിൻ്റെ മണം വേറെ ലെവലാണ്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ 1-ാം പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ കപ്പലണ്ടിയും തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ മുന്തിരിങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അതിനായി ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ച് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ മിൽമയുടെ നെയ്യാണ്. അതൊഴിച്ചു കൊടുത്തതിന് ശേഷം ഓരോന്നോരോന്നായി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്ത് എടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്തും കപ്പലണ്ടിയും മുന്തിരിങ്ങയും എല്ലാം കൂടെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമ്മളങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ അരിപ്പായസത്തിലോട്ട് ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ പായസം റെഡി. നമ്മളൊക്കെ അരിപ്പായസമൊക്കെ കുടിച്ചിട്ടുണ്ട്, പക്ഷേ പച്ചരി പായസം ഞാൻ അങ്ങനെ എപ്പോഴൊന്നും കുടിച്ചിട്ടില്ല. അപ്പം നമ്മൾ പച്ചരി പായസം കൂടി ഇനി നമുക്ക് എല്ലാവർക്കും ഒന്ന് വെച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ പച്ചരി പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.